ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഗ്രീൻ മുബസ്സിറിലേക്കാണ്. അല്ലയിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗ്രീൻ മുബസ്സിറ. റോഡ് സൈഡിൽ ബസ് സ്റ്റോപ്പിനരികിലായി ഇതുപോലുള്ള മെഷീനുകൾ നമുക്ക് കാണാൻ കഴിയും. ബസ് കാർഡ് റീചാർജ് ചെയ്യുന്ന മെഷീനാണിത്. എല്ലാവരും ഇവിടെ ബസ് കാർഡ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. പേയ്മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതും ഇവിടെ യൂസ് ചെയ്യാം. വിൻ്റർ സീസൺ ആയതുകൊണ്ട് UAEയിലും ഇപ്പോൾ തണുപ്പ് തന്നെയാണ്. വെയിലുണ്ടെങ്കിലും നമുക്ക് അത് അനുഭവപ്പെടാറില്ല. ട്രാഫിക് സിഗ്നലുകൾ ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള അണ്ടർപാസുകൾ എടുക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം. ഗ്രീൻ മുബസ്സിറയിലേക്ക് പോകുന്ന ബസ് നമ്പർ 906 ആയിരുന്നു. അത് നിർത്തുന്ന അടുത്തുള്ള ബസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഞങ്ങൾ ബസ്സിൽ കയറി. പോകുന്ന വഴി വലിയ വലിയ മലനിരകൾ കാണാമായിരുന്നു. അത് കഴിഞ്ഞ് നാട് ഓർമ്മിപ്പിക്കുന്ന വിധം ഒരുപാട് ലോറികൾ നിരനിരയായി നിർത്തിയിട്ടത് കണ്ടു. മിക്ക ലോറികളുടെയും നമ്പർ പ്ലേറ്റ് ദുബായ് എന്നാണ് കണ്ടത്. എന്തിനാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്നോ ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടെന്നോ എനിക്കറിയില്ല. എന്നാലും വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. ഈ പോകുന്ന വഴി നമുക്ക് കൂടുതലായും കാണാൻ കഴിയുന്നത് മൗണ്ടൻസ് ആണ്. വലിയ വലിയ മലനിരകൾ അവിടെ ഇവിടെയായി കാണാമായിരുന്നു. അത് കഴിഞ്ഞ് മരുഭൂമിയിലെ പച്ചപ്പ് എന്ന് പറയും പോലെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വലിയ മനോഹരമായ പാർക്കിലേക്കാണ്. ഇവിടെയാണ് ഗ്രീൻ മുബസ്സിറ എന്ന് പറയുന്നത്. 2 കവാടം കഴിഞ്ഞാണ് ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയത്. ഒരു വിശാലമായ പ്രദേശം, മുഴുവൻ ഗ്രീനറി. ബസ് ഞങ്ങളെ ഉള്ളിലേക്ക് എത്തിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് ചുറ്റും നോക്കി. വലിയ വലിയ മലനിരകൾ. സമയം ഇപ്പോൾ 3 മണിയായി. ഞങ്ങളെപ്പോലെ 2-3 പേർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേകം സ്ഥലവും പ്രത്യേകം മെഷീനറീസും ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശ്രീകുട്ടിയും കുറച്ചു നേരം അതിൽ നിന്ന് കളിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഒരു വലിയ സ്റ്റേജാണ് അവിടെ കണ്ടത്. പല പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ടാകാം. അവിടെ നിന്ന് പാർക്ക് ചുറ്റുമൊന്ന് ഞാൻ നോക്കി. വളരെ മനോഹരമായിരുന്നു. പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും നിർമ്മിച്ച ഒരു താഴ്വര എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരമായ ഒരു പ്രദേശം. ഒരു കവാടത്തിലേക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത്. സ്വർഗത്തിലേക്കുള്ള കവാടം എന്നൊക്കെ പറയും പോലെ മുകളിലേക്ക് ആകാശവും കണ്ട് മുന്നോട്ടേക്ക് പോകാം. മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ചെറിയ ഫൗണ്ടെയിനാണ് കണ്ടത്. രാത്രി കാലങ്ങളിലായിരിക്കണം ഈ ഫൗണ്ടെയിൻ പ്രവർത്തിക്കുന്നത്. താഴെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ വലുതായി ഒരു UAE ഫ്ലാഗ് കാണാം. അതങ്ങനെ കണ്ടിരുന്ന് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഈ ഇറങ്ങി വരുന്ന പടിക്കെട്ടുകൾക്കിടയിലായി LED സ്ട്രിപ്സുകൾ വെച്ചതായി കാണാം. രാത്രികളിൽ ഇവ പ്രവർത്തിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഹോട്ട് സ്പ്രിംഗ് വാട്ടറുടെ ഓവുചാലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോകുന്ന വഴി ഒരുപാട് പേർ അവിടെ കാലുവെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വിഷ്വലായി പകർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അതവരുടെ പ്രൈവറ്റ് സ്പേസാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഗ്രിൽ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഫാമിലിയായി പിക്നിക്കിന് വന്നതാണ് അവർ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗ്രീൻ മുബസ്സിറയിലെ ഗോൾഡൻ ലേക്കിലേക്കാണ്. വളരെ വിശാലമായ ഒരു പ്രദേശമാണിത്. വളരെ മനോഹരമായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഈ പോകുന്ന വഴി കുട്ടികൾക്ക് കളിക്കാനായ എൻ്റർടൈൻമെൻറ്റ് പാർക്കുകളും ചെറിയ ചെറിയ പോണ്ടുകളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ലേക്കിനടുത്തെത്തി. ഈ ലേക്കിലേക്ക് പോകുന്ന ഒരു കനാലാണിത്. വളരെ മനോഹരമായ ഒരു കനാൽ. അതിനടുത്തായി ഒരു ചെറിയ ബ്രിഡ്ജുമുണ്ട്. ഈ വെള്ളത്തിൽ വലിയ വലിയ മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഫിഷിങ്ങും സ്വിമ്മിങ്ങും അലോഡല്ല. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. അവിടെ ഒരു മിനി ട്രെയിൻ ഓടുന്നുണ്ടായിരുന്നു. വിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രദേശം കണ്ടു തീർക്കാൻ ടൂറിസ്റ്റുകൾക്ക് ഒരുക്കി വെച്ച ഒരു സൗകര്യമായിരിക്കും ഇത്. വാക്കുകൾക്കതീതമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ പിന്നെ കണ്ടത്. ആ മൗണ്ടൻസിൻ്റെ റിഫ്ലക്ഷനും ആകാശത്തിൻ്റെ റിഫ്ലക്ഷനും ലേക്കിൽ തട്ടി വളരെ മനോഹരമായി കാണാമായിരുന്നു. ഞങ്ങൾ എത്തിച്ചേർന്ന സമയം ഏകദേശം 5 മണിയാണ്. അതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ ലേക്കിൻ്റെ പൂർണ്ണ രൂപം ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അൺലിമിറ്റഡ് പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. 30 ദിറംസാണ് 2 പേർക്ക് കൂടി ഒരു കയാക്കിനായത്. ടിക്കറ്റ് അവിടെ കാണിച്ച ശേഷം ഞങ്ങളെ ഉള്ളിലേക്ക് വിട്ടു. ഞങ്ങൾക്ക് 2 പേർക്കും സേഫ്റ്റി ജാക്കറ്റ് തന്നു. നല്ല ക്വാളിറ്റിയുള്ള സേഫ്റ്റി ജാക്കറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാഗ് അവിടെ വെച്ച് കയാക്കിങ്ങിലേക്ക് ഇറങ്ങി. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും അതിലിരുന്ന് അവർ മെല്ലെ ഞങ്ങളെ പുഷ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലേക്കിലെത്തി.
ഞങ്ങളെ കൂടാതെ 2 പേർ ഓൾറെഡി ആ ലേക്കിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞു തുടങ്ങി. ഏത് നേരവും ഇവിടെ ഒരു ലൈഫ് ഗാർഡ് അവൈലബിൾ ആയിരിക്കും. സോ ആ ലൈഫ് ഗാർഡ് എപ്പോഴും ഈ ലേക്കിനുള്ളിൽ തന്നെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ താഴ്വരയിലൂടെ മൗണ്ടൻസിൻ്റെ കാഴ്ചകൾ കണ്ട് കയാക്കിംഗ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ സൂര്യാസ്തമയമാണ്. അതും കണ്ട് ഈ ലേക്കിലൂടെ തുഴഞ്ഞു നീങ്ങാൻ വളരെ മനോഹരമാണ്. മുമ്പ് ഞങ്ങൾ കക്കയം ഡാമിൽ കയാക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അനുഭവം വ്യത്യസ്തമായിരുന്നു. കാരണം അന്ന് നല്ല വെയിലായിരുന്നു. ഇന്ന് നല്ല സൺസെറ്റോട് കൂടിയുള്ള ആ റിലാക്സിങ് കയാക്കിംഗ് വളരെ മനോഹരം. കക്കയം ഡാമിൽ കാണാൻ കഴിഞ്ഞത് ചെറിയ ചെറിയ ദ്വീപുകളുള്ള കാഴ്ചയായിരുന്നു. ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ വലിയ മൗണ്ടൈനുള്ള കാഴ്ച. രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അൺലിമിറ്റഡ് പാക്കേജ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ വെള്ളത്തിൽ കയാക്കിംഗ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് റിലാക്സായി ആ കാഴ്ചകൾ കണ്ടിരിക്കാം. ഇവിടെ പലതരത്തിലുള്ള കയാക്കിംഗ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തത് 2 പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കയാക്കിംഗ് ആണ്. എന്നാൽ 3 പേർക്കുള്ളതും പെഡൽ ബോട്ടും അങ്ങനെ പലതരത്തിലുള്ള കയാക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന ചന്ദ്രനും മറുവശത്ത് അസ്തമയ സൂര്യനും. ആ സൂര്യൻ്റെ പ്രഭ സ്വർണ്ണ നിറത്തിൽ ആ തടാകത്തിലാകെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ തുഴഞ്ഞു നീങ്ങി. ഈ ലേക്കിനടുത്തായി തന്നെ ഒരു ഡാമും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ സമയപരിമിതി മൂലം എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞതോടുകൂടി ലേക്കിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. കൂടുതലും മലയാളികളായിരുന്നു. രാത്രിയോടടുത്തപ്പോഴേക്കും ഒരുപാട് മലയാളികൾ ഇവിടെ ലേക്കിൽ കയാക്കിംഗ് ചെയ്യാനെത്തി. അൺലിമിറ്റഡ് പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ കാഴ്ചയും ആ ഗോൾഡൻ ലേക്കിലെ കാഴ്ചയും രാത്രി സമയത്തുള്ള കാഴ്ചയും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ആക്ടിവിറ്റി തന്നെയാണ് ഈ കയാക്കിംഗ്. ഏകദേശം 6 മണി ആയതോടുകൂടി ജബലഫീത്തിലെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. കൂടാതെ ലേക്കിന് ചുറ്റുമുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും തെളിഞ്ഞു. ഫോണിലെ ചാർജ് തീർന്നതുകൊണ്ട് ആ കാഴ്ചകളൊന്നും എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പോഴേക്കും ജബലഫീത്ത് ലൈറ്റുകൾ കൊണ്ട് വർണ്ണം തീർത്ത് ആ പ്രൗഢിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. അങ്ങനെ ഇന്നത്തെ കാഴ്ച ഇതോടെ അവസാനിക്കുകയാണ്.